ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ആറ്റിത്തറ കോട്ടപ്പുറത്ത് കുന്നത്തുപറമ്പ് സർപ്പക്കാവിൽ ഔഷധ സസ്യമായ കായാമ്പു പൂത്തത് കൗതുകമായി. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കായാമ്പൂവിന് ഔഷധ ഗുണം ഏറെയാണ്. ക്യാമറാമാൻ മനോജ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ആറ്റിത്തറ കോട്ടപ്പുറം കുന്നത്തുപറമ്പ് സർപ്പക്കാവിലാണ് കായാമ്പു പൂത്തത്. വർഷങ്ങളായി കാവിൽ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി മരങ്ങളും ചെടികളും വെട്ടിമാറ്റിയെങ്കിലും ഈ ചെടിയെ ഇവിടെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു. 8 വർഷമായി ചെടി പൂത്തു തുടങ്ങിയിട്ട്. പൂവിട്ടപ്പോഴാണ് ചെടിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും തിരിച്ചറിയുകയും ചെയ്തത്. പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്ന കായാമ്പൂവെന്ന ഔഷധ സസ്യം അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്നിൻ ചെരുവുകളിലും കുറ്റിക്കാടുകളിലുമാണ് ഇവ വളർന്നിരുന്നത്. ഇതിന്റെ ഔഷധ ഗുണം ഏറെയാണ്. യൗവനം നിലനിർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഈ ചെടിയുടെ വേര് മുതൽ ഇല വരെ ഔഷധ ഗുണമുള്ളതാണ്. ഇല വായിലിട്ട് ചവച്ചാൽ പോലും ഗുണകരമാകുമെന്നാണ് പറയുന്നത്. ചെറിയ മധുരവും പുളിയുമുണ്ട്. വർഷത്തിൽ ഒരു തവണ ഇത് പൂക്കും. ചെറിയ സുഗന്ധവുമുണ്ട്. കനലി, കശാവ് എന്നൊക്കെ വിളിപ്പേരുള്ള ഈ ചെടിയുടെ കമ്പുകൾക്ക് നല്ല കട്ടിയാണുള്ളത്. വേരിനും ബലമുള്ളതിനാൽ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പ് തടയുവാനും ഈ ചെടി കാരണമായിരുന്നു. നീലപ്പൂക്കൾ തൊട്ട് അതിന്റെ ഭംഗിയോടുകൂടി പ്രൗഢിയോടുകൂടി നിൽക്കുന്നു. അതൊന്ന് എല്ലാവരും അറിയിക്കണം. അത് എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പേരിലാണ് നിങ്ങളെ വിളിച്ചത്. അപ്പോൾ നമ്മൾ അതിന്റെ പേര് അതുമുണ്ടാവുന്ന പൂവിന്റെ പേര് കായാമ്പൂ എന്നാണ്. അത് ഭയങ്കര സുഗന്ധം, അതുപോലെ ആ വൃക്ഷത്തിന് ഒരുപാട് ആയുർവേദ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളത് ഞങ്ങളുടെ സർപ്പക്കാവിൽ അത് ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടും ഞങ്ങളത് കളയാണ്ട് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭംഗിയും ആ പൂവിന്റെ ഭംഗി അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും വിളിച്ചത്. 7 തറവാട്ടുകാരെ കൂടിയിട്ടുള്ള ഒരു കുന്നത്തുപറമ്പ് സർപ്പക്കാവാണ്. ഈ ക്ഷേത്രത്തിൽ പുരോഗതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഷീറ്റ് വർക്കും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു ചെടിയുടെ മനോഹരമായ പൂവും ഇതൊക്കെ ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ എല്ലാ കൊല്ലം ഈ സസ്യം കാണാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം ഇത് എന്താണ് ഏതാണെന്ന് അറിയില്ല. ഇത് പൂത്ത് കഴിഞ്ഞാലാണ് എന്തോ ഒരു ആശ്ചര്യം പോലെ, ഒരു ഐശ്വര്യം പോലെ തോന്നുന്നത്. അതാണ് ഇപ്പോൾ എല്ലാവരും അറിയിക്കുന്നത്. PCV ന്യൂസ് ആറ്റിത്തറ.